ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററിൽ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ 2,3 ആൻഡ് ബി 2,3 ഈസ് 5 ദെൻ ദ വാല്യൂ ഓഫ് കെ. അതായത് നമുക്ക് എ ബി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ 5 എന്ന് തന്നിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. ഡിസ്റ്റൻസ് എ ബി എന്ന് പറയുന്നത് എ എന്ന പോയിന്റ് k,3 ആണ്, ബി എന്ന് പറയുന്നത് 2,3 ആണ്. അപ്പൊ എ ബി എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് k-2 ഹോൾ സ്ക്വയർ പ്ലസ് 3-3 ഹോൾ സ്ക്വയർ. അവിടെ നമുക്ക് റൂട്ട് പോകാൻ വേണ്ടി, അതായത് റൂട്ട് ഓഫ് k-2 അങ്ങനെയാണുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, എ ബി സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. അപ്പൊ എ ബി സ്ക്വയർ ആകുമ്പോൾ ആ റൂട്ട് പോവും. ഇവിടെ 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വരും. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ minus 2ab plus b square. 2 into k into 2 എന്ന് പറഞ്ഞാൽ minus 4k plus 4 ഇത് 0 ആയി. minus 25 equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് k സ്ക്വയർ മൈനസ് 4k മൈനസ് 21 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് -21 ആണ്. സമ്മ് -4 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആണ്. അപ്പോൾ ഇവിടെ 21 എന്ന് പറയുമ്പോൾ 7 into 3 എന്നാണ് 21 ആണ്. അപ്പോൾ ഇവിടെയും മൈനസ് വന്നതുകൊണ്ട് -7 into 3. -7 into 3 എന്ന് പറഞ്ഞാൽ -21, -7 plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് k-7 into k plus 3 equal to 0. അപ്പൊ k-7 equal to 0, k equal to 7. ഇവിടെ -3 നമുക്ക് ഓപ്ഷനിൽ ഇല്ല. അപ്പൊ k-7 equal to 0, k എന്നത് 7 എന്ന് കിട്ടി. അപ്പൊ ആൻസർ 7. അതുപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ പോയിന്റ്സ് എ 4,3 ബി x,5 ആർ ഓൺ ദ സർക്കിൾ വിത്ത് സെന്റർ ഓ 2,3 ആണ്, ദെൻ ദ വാല്യൂ ഓഫ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ ഇവിടെ ഒരു സർക്കിൾ, ആ സർക്കിളിലുള്ള 2 പോയിന്റ്സ് ആണ്. ഏതൊക്കെ? അത് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. 2 പോയിന്റ് എ, ഒന്ന് ബി. അപ്പോൾ ആ പോയിന്റ്സ് എന്ന് പറയുന്നത് എ 4,3 ആണ്, ബി എന്ന് പറയുന്നത് x,5. സെന്റർ നമുക്ക് തന്നിട്ടുണ്ട്. സെന്റർ എന്ന് പറയുന്നത് O ആണ്. O എത്രയാണ്? 2,3. അപ്പോ ഇവിടെ OA, അതായത് OA എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ്. OA ഈക്വൽ ടു OB ആണ്. അപ്പോൾ OA OB എന്താണ്? റേഡിയസ് ആണ്. നമുക്ക് എങ്ങനെ എടുക്കാം? OA ഈക്വൽ ടു OB. അപ്പോൾ OA എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കാണുക. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ OA സ്ക്വയർ ഈക്വൽ ടു OB സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ x മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ 4, ഈ 2 സ്ക്വയറും ക്യാൻസൽ ആയി. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പം ഇവിടെ പ്ലസ് ആയി, ഇവിടെ മൈനസും ആണ്. അപ്പൊ x മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2, അതായത് -2 ഇൻറ്റു -2 പ്ലസ് 4, -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4. അപ്പൊ x ഇസ് ഈക്വൽ ടു 2. x 2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. x ഇസ് ഈക്വൽ ടു 2. അടുത്തത് if the point xy is equidistant from the point 2,1 and 1,-2, then അതായത് ഈക്വൽ ഡിസ്റ്റൻസിലാണുള്ളത്. ഇവിടെ ഇത് എ എന്ന് പറയുന്നത് നമുക്ക് 2,1 ആണ്, ബി എന്ന് പറയുന്നത് 1-2. ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് x,y. അപ്പൊ ഇവിടെ നമുക്ക് PA ഈക്വൽ ടു PB, PA ഈക്വൽ ടു PB, PA സ്ക്വയർ ഈക്വൽ ടു PB സ്ക്വയർ. റൂട്ട് പോകാൻ വേണ്ടി ഇനി x മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y പ്ലസ് 2 ഹോൾ സ്ക്വയർ.
അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ എക്സ് മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 4. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും നമുക്ക് ക്യാൻസൽ ആയി പോകും. അപ്പം മൈനസ് 4x ഈ 2x ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പം മൈനസ് 4x പ്ലസ് 2x ആയി. പ്ലസ് ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ 4ഉം ക്യാൻസലായി 1ഉം ക്യാൻസലായി പോയി. അപ്പോൾ ഇവിടെ മൈനസ് 2y ഉണ്ട്, ഇവിടെ പ്ലസ് 2y ആണുള്ളത്. അപ്പോൾ മൈനസ് 2y മൈനസ് 2y, ആ 2y പ്ലസ് 2y ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 2y. അപ്പോൾ മൈനസ് 2x 4y ആണ്, കാരണം ഇപ്പം മൈനസ് 4y മൈനസ് 4x പ്ലസ് 2x, ഇവിടെ മൈനസ് 2y അവിടെ 4y ആണുള്ളത്. അപ്പോൾ ഇവിടെ മൈനസ് 6y ഈക്വൽ ടു 0. ഇനി മൈനസ് 2 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 0. രണ്ടിലും മൈനസ് കോമൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if points A 5, P, B 1, 5, 2, C 2, 1, D 6, 2 form a square in ABCD, then P equal to. അവിടെ സ്ക്വയർ ആണ്. സ്ക്വയർ ആവുമ്പോൾ നമുക്കറിയാം എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ എ ബി സി ഡി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് 5, P, ബി എന്ന് പറയുന്നത് 1, 5 ആണ്, സി എന്ന് പറയുന്നത് 2, 1, ഡി എന്ന് പറയുന്നത് 6, 2. ഇവിടെ നമുക്ക് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി ആണ്. സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? എ ബി ഈക്വൽ ടു എങ്ങനെ എടുത്താൽ അതുപോലെ ഡയഗണലും ഈക്വൽ ആണ്. എ സി ഇസ് ഈക്വൽ ടു ബി ഡി ആണ്. ഇപ്പൊ സൈഡ്സ് വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ എ ബി ഈക്വൽ ടു ബി സി എന്ന് എടുക്കാം. എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ. ഇപ്പൊ എ ബി എന്ന് പറയുന്നത് 5 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് പി മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇപ്പൊ ഇവിടെ 4 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ മൈനസ് 10p പ്ലസ് 25 ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 1 സ്ക്വയർ. അപ്പോൾ 1 ഇവിടെ 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 16 ഇവിടെ ഒരു 4 സ്ക്വയർ ഉണ്ട്, അതായത് 16 ക്യാൻസലായി. അപ്പോൾ പി സ്ക്വയർ മൈനസ് 10p 25 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 24 എന്ന് വരും ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് വരും 6 ഇൻറ്റു 4, 6ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 24, 6ഉം 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് നമുക്ക് രണ്ട് നമ്പേഴ്സും മൈനസ് ആയിരിക്കും. പി മൈനസ് 6 ഇൻറ്റു പി മൈനസ് 4 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുക. അതായത് മൈനസ് 6 ഇൻറ്റു മൈനസ് 4 ആണ് പ്ലസ് 24, മൈനസ് 6ഉം മൈനസ് 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 10 ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഫാക്ടേഴ്സ് എഴുതുന്നു, പി മൈനസ് 6ഉം പി മൈനസ് 4. അപ്പോൾ പി മൈനസ് 6 ഇസ് ഈക്വൽ ടു 0, പി ഈക്വൽ ടു 6. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പി ഈക്വൽ ടു 6. The perimeter of the triangle formed by the points 0, 0, 2, 0 and 0, 2 is. അവിടെ നമുക്ക് 0, 0 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് 0, അതായത് 2, 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 2, 0, ഇവിടെ 0, 2. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ് വേണ്ടത്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ കിട്ടുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമ്മൾ പേര് കൊടുക്കുകയാണ് OAB എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് AB ആണ് കാണുന്നതെങ്കിൽ AB ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 4.
4 + 4 എന്ന് പറഞ്ഞാൽ 8. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4 × 2 ആണ് 8. അപ്പോൾ 2√2 എന്ന് വരും. 2√2 ആണ് നമുക്ക് കിട്ടുന്നത്. എ ബി എന്ന് പറയുന്നത് 2√2. അപ്പോൾ എല്ലാ സൈഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി പെരിമീറ്റർ. പെരിമീറ്റർ ഈക്വൽ ടു OA + OB + AB. അപ്പോൾ 2 + 2 + 2√2. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 4 + 2√2 ആണ് കിട്ടുന്നത്. 4 + 2√2 ആൻസറിലുണ്ട്. അപ്പോൾ ഇതാണ് ആൻസർ. അടുത്തത് the x coordinate of a point P is twice its y coordinate എന്നാണ് പറയുന്നത്. അതായത് P എന്ന പോയിന്റിന്റെ x കോർഡിനേറ്റ് ട്വൈസ് ഇറ്റ്സ് y കോർഡിനേറ്റ്. y കോർഡിനേറ്റ് y ആണെങ്കിൽ x എന്ന് പറയുന്നത് ട്വൈസ് ഇറ്റ്സ് y കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 2y. P എന്ന് പറയുന്നത് 2y, y. If P is equidistant from, അപ്പോൾ P എന്ന പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ P ഉള്ളത്. ഇത് Q, ഇത് R. ഈക്വിഡിസ്റ്റന്റ് ഫ്രം Q എന്ന് പറയുന്നത് എത്രയാണ്? 2, -5 ആണ്. R എന്ന് പറയുന്നത് -3, 6 ആണ്. Then the coordinates of PR, നമുക്ക് P ആണ് കാണേണ്ടത്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. എങ്ങനെ എഴുതാം? PQ = PR. ഇനി എന്ത് ചെയ്യുക? റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. PQ² = PR². അപ്പോൾ 2y - 2 whole square plus y -5 എന്ന് പറഞ്ഞാൽ y + 5 whole square equal to 2y - -3 എന്ന് പറഞ്ഞാൽ 2y + 3 whole square plus y - 6 whole square. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? a - b whole square. അപ്പോൾ ഇതെന്തായി? 4y². 2 × 2 × 2. അപ്പോൾ 8 -8y plus 4 plus y² plus 10y plus 25 equal to ഇവിടെ 4y² plus 2 × 2 4 × 3 12y plus 9 plus y² minus 12y plus 36. അപ്പോൾ അങ്ങനെ കിട്ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 4y² 4y² ക്യാൻസലായി. ഇവിടെയാണെങ്കിൽ +12y, ഇവിടെ -12y ഉണ്ട്. അതുപോലെ y² ക്യാൻസലായി. ഇനി എന്താണ് ബാക്കിയുള്ളത്? നമുക്ക് ഇവിടെ ഒരു 25 + 4 എന്ന് പറയുന്നത് 29 ഉണ്ട്. -8y 10y എന്ന് പറയുന്നത് 2y ആയി. ഈക്വൽ ടു ഇവിടെ എത്രയേ ഉള്ളൂ നമുക്ക്. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ 9 + 36. അപ്പോൾ എത്രയാണ്? 45. അപ്പോൾ 2y = 45 - 29. അപ്പോൾ എത്രയാണ് വരുന്നത്? 6 16. അപ്പോൾ y = 16/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8. y ആണ് നമുക്ക് 8 കിട്ടിയിട്ടുള്ളത്. y 8 ആണെങ്കിൽ നമുക്ക് ഇവിടെ കോർഡിനേറ്റ്സ് ഓഫ് P ആണ് കാണുന്നത്. y 8 ആണെങ്കിൽ P എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 8, 8. അപ്പോൾ 16, 8 ആണ് വരുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് P എന്ന് പറയുന്നത് 16, 8. Distance between the points P a sin θ, 0 and Q 0, -a sin cos θ is. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആണ് PQ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ √(x1 - x2) whole square plus y1 - y2 whole square ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് x1 എന്ന് പറയുന്നത് എന്താണ്? a sin θ. a sin θ -0 whole square plus 0 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ആയി a cos θ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്തായി? a sin θ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? റൂട്ടിൽ a² sin² θ പ്ലസ് a² cos² θ എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ a² കോമൺ ആയിട്ട് എടുക്കുന്നു. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് വരും? sin² θ പ്ലസ് cos² θ എന്ന് വരും. sin² θ പ്ലസ് cos² θ എന്ന് വന്നു. അപ്പോൾ ഇതെന്താണ്? ഐഡന്റിറ്റി ആണ്. നമുക്കറിയാം sin² θ പ്ലസ് cos² θ എന്താണ്? 1. അപ്പോൾ √a² ആണ് വരുന്നത്. √a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് a. അടുത്തത്, in what ratio does the point P 3, 4 divides the line segment joining the points
A 1,2 and B 6,7 is. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ റേഷ്യോ കാണാൻ എന്ത് ചെയ്യുക, K:1, ലെറ്റ് ദ റേഷ്യോ ബി K:1 എടുത്തിട്ട് ചെയ്യേ വേണ്ടു. ഇവിടെ P എന്ന് പറയുന്നത് 3,4, P ആണ് 3,4, A എന്ന് പറയുന്നത് 1,2, B എന്ന് പറയുന്നത് 6,7, P എന്ന് പറയുന്ന പോയിന്റ് 3,4. അപ്പോൾ നമുക്ക് ഇവിടെ റേഷ്യോ ആണ് കാണേണ്ടത്. ലെറ്റ് ദ റേഷ്യോ ബി K:1. അപ്പോൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുക. സെക്ഷൻ ഫോർമുലയിൽ നമുക്കറിയാം P(x_y) എന്ന് പറയുന്നത് എന്താണ്, m1 x2 plus m2 x1 divided by m1 plus m2, m1 y2 plus m2 y1 divided by m1 plus m2. അപ്പോൾ നമുക്ക് m1 എന്ന് പറയുന്നത് എന്താണ്, k, അതായത് x എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് 3 എടുത്തിട്ട് x-നെ മാത്രം എടുത്ത് ചെയ്താൽ മതി, ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. k ഇൻറ്റു x2 എന്ന് പറയുന്നത് 6 പ്ലസ് m2 എന്ന് പറയുന്നത് 1 ഇൻറ്റു x1 എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 k പ്ലസ് 1, m1 ഇൻറ്റു x2 പ്ലസ് m2 ഇൻറ്റു x1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇനി k ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു k പ്ലസ് 1 ഈക്വൽ ടു 6k പ്ലസ് 1. അപ്പോൾ 3k പ്ലസ് 3 ഈക്വൽ ടു 6k പ്ലസ് 1. ഇനി k ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. 6k മൈനസ് 3k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k ആയി. 3k 1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പോൾ 3k ഈക്വൽ ടു 2 ആണെങ്കിൽ k ഈക്വൽ ടു 2/3. അപ്പോൾ ലെറ്റ് റേഷ്യോ, നമ്മുടെ റേഷ്യോ എന്താണ്, 2:3 ആണ് വരുന്നത്. 2:3. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ്.